لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ആദരണീയരായ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ പലപ്പോഴും നമ്മളിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് രോഗം എന്നത്. രോഗം ഏതൊരു മനുഷ്യനെയും ഏതൊരു കാലത്തും പിടികൂടാം, ഏത് സമയത്തും അത് ബാധിക്കുകയും ചെയ്യാം. ഈ രോഗത്തോടുള്ള സമീപനങ്ങൾ പല രീതിയിൽ ആളുകൾക്കുണ്ടാകാം. രോഗിയായ ആളുകളോടുള്ള സമീപനത്തിലുമൊക്കെ പലതരത്തിലുള്ള സമീപനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. ഇസ്ലാം ഈ കാര്യത്തിൽ കാണുന്ന ചില സംഗതികൾ, ഒരാൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അയാളെ പരമാവധി ആ രോഗത്തിൻ്റെ കെടുതികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. രോഗം ഭേദമാക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് രോഗിയെ സന്ദർശിക്കുകയും അയാൾക്ക് ആവശ്യമായ പരിചരണങ്ങളും ഒത്താശകളുമൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന് നിർവഹിക്കേണ്ട ബാധ്യതയായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ അതിനുപയോഗിച്ച വാക്ക് ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം എന്നാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹക്ക്, ബാധ്യത, കടപ്പാട്, ആ കടപ്പാടുകൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് എണ്ണിയിട്ടുള്ളത് അയാൾക്ക് രോഗം വന്നാൽ അയാളെ സന്ദർശിക്കണമെന്ന. ഫൈദാ മരിള ഫഉദുഹു, രോഗം വന്നാൽ അയാളെ സന്ദർശിക്കണമെന്ന. എന്താണ് ഈ രോഗം വന്നാൽ സന്ദർശിക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്?
ഒരുപാട് വശങ്ങൾ അതിലുണ്ട്. നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ പൊതുവെ ആ കാര്യത്തിൽ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഉള്ള വിഭാഗമാണ് നമ്മൾ. രോഗിയെ സന്ദർശിക്കും, ആവശ്യമായ പരിചരണങ്ങൾ ചെയ്തു കൊടുക്കുമൊക്കെ ചെയ്യും. അത് നമ്മളൊരു സംസ്കാരമായിട്ട് ഈ ഖുത്ബകളും ക്ലാസ്സുകളും ഒക്കെ കേൾക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളിൽ നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് രോഗിയെ സന്ദർശിക്കുക, പരിചരിക്കുക എന്നുള്ളത്. പല തലങ്ങളും ഇതിലുണ്ട്. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ഒന്ന്, ഈ സന്ദർശകനായ ആൾക്ക്, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ആൾക്ക് അതിൻ്റെ പേരിൽ പരലോകത്ത് കൂലി കിട്ടും. അയാൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും ഒക്കെ നേടാൻ കഴിയും അതുവഴി. അതാണ് അതിൻ്റെ ഒന്നാമത്തെ നേട്ടം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്ന് അത് നിർവഹിച്ച് തിരിച്ചു പോരുന്നത് വരെയും സ്വർഗത്തോപ്പിലായിരിക്കും അയാളെന്നാണ്. സ്വർഗത്തോപ്പിലായിരിക്കുമെന്ന് റസൂൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്ര പുണ്യമുള്ളൊരു കാര്യം. രോഗിയെ സന്ദർശിക്കുന്ന ഒരു നഷ്ടമല്ല, നമ്മൾക്ക് അതിന് കൂലി കിട്ടുമെന്നതാണത്. രണ്ടാമതൊരു ഭാഗം, ആ കാര്യം നമ്മൾ നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സുന്നത്ത്, നബിചര്യ നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കി. ആ നബിചര്യ നടപ്പാക്കുന്നതിന് അതിൻ്റെതായ പുണ്യം നമ്മൾക്ക് ലഭിക്കും. അപ്പൊ ഈ രണ്ട് ഭാഗവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രത്യേക കൂലി കിട്ടും. പുറമെ നബിചര്യ പിൻപറ്റിയതിന്റെ കൂലി നമ്മൾക്ക് കിട്ടുന്ന വിധത്തിലുള്ള ഒരു പുണ്യകർമ്മമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ എണ്ണിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം ഇതിൽ നടക്കുന്നത്, മാനുഷികമായ സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഇസ്ലാം അങ്ങേയറ്റം കൽപ്പിക്കുകയും പ്രാധാന്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യർ പരസ്പരമുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഏറ്റവും നന്നായി നിലനിൽക്കണം. അത് ഒരാൾക്കൊരാൾ സഹായം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ, ഒരു പരിചരണം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അയാൾക്കത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ഒരു മാനുഷിക മൂല്യമാണ്. ആ മൂല്യം, ആ ബന്ധം നിലനിർത്താൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെ പ്രാധാന്യപൂർവ്വം ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് ഒരു പല നിലക്ക് നോക്കിയാലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ കാണാം, ചില വ്യക്തികളൊക്കെ അവരുടെ ജീവിതത്തിൽ പരസ്പരം പിണങ്ങുകയും തെറ്റി നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ കാണുന്ന, നമ്മുടെയൊക്കെ ഇടയിലുള്ള സംഗതികളാണ് ഇതൊക്കെ. ഈ തെറ്റി നിൽക്കുന്ന ആളുകളിലെ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അയാളെ ഒരു സന്ദർശിക്കാൻ മനസ്സ് കാണിച്ചാൽ ആ ഒരൊറ്റ സന്ദർശനം മതിയാകും അവർ തമ്മിലുള്ള എല്ലാ പിണക്കവും മാറാനും, അവർ തമ്മിൽ ഏറ്റവും നല്ല ഒരു ഈടുറ്റ ബന്ധം ഉണ്ടായി വരാനും അതൊരൊറ്റ കാര്യം മതിയാകും. ചെന്ന് സലാം പറയുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അതോടുകൂടി അവർ തമ്മിലുള്ള പ്രശ്നവും തീരും, എല്ലാം മറക്കും, പൊറുക്കും ചെയ്യും. അത് ആവശ്യമാണല്ലോ ജീവിതത്തിൽ. ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടു നടക്കലല്ല, പരമാവധി ലഘൂകരിക്കുകയും ഇല്ലാതാക്കുകയുമാണ് വേണ്ടത്. അതിന് ഏറ്റവും നല്ലൊരു അവസരമാണത്. അത് വിശുദ്ധ ഖുർആന്റെ ഒരു വാക്ക് നോക്കുങ്ങൾ, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് എന്താണോ ആ നന്മ ഉപയോഗിച്ചുകൊണ്ട് നീ എല്ലാറ്റിനെയും പ്രതിരോധിക്കുക. തിന്മ കൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത്, നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അങ്ങനെ നീ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ നിന്റെയും അവന്റെയും ഇടയിൽ ഒരു ശത്രുത നിലനിൽക്കുന്നുണ്ടെങ്കിൽ കഅന്നഹു വലിയുൻ ഹമീം, അവനെ നിനക്കൊരാത്മമിത്രമാക്കി മാറ്റാം. ഒരു ശത്രുവിനെ ആത്മമിത്രമാക്കി മാറ്റാനുള്ള മാർഗം അയാൾ ഇങ്ങോട്ട് കാണിക്കുന്ന അതേ ശത്രുത തിരിച്ചു കാണിക്കുകയല്ല, മറിച്ച് വിട്ടുവീഴ്ചയും മാപ്പും നൽകി അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സഹകരണം അങ്ങോട്ട് നൽകുമ്പോൾ അയാളുടെ മനസ്സ് മാറും. അയാളും നമ്മളും തമ്മിൽ ഏറ്റവും നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന്. അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്, നന്മ കൊണ്ട് പ്രതിരോധിക്കുക. പക്ഷെ ഇത് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം, ഖുർആനിൽ തുടർന്ന് പറയുന്ന വാക്ക്, ഇത് അങ്ങേയറ്റം ക്ഷമയും
അള്ളാഹുവിന്റെ വലിയ ഭാഗ്യവും ലഭിച്ച ആളുകൾക്കല്ലാതെ സാധിക്കൂല. അങ്ങേ അറ്റത്തെ ക്ഷമ വേണം, വലിയ ഭാഗ്യവും ലഭിക്കണം, തൗഫീഖും അള്ളാഹുവിന്റെ അടുക്ക് ഇത് ലഭിക്കണം. അത്തരം ആളുകൾക്ക് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെ സാധിച്ചാലോ അത് ഏറ്റവും വലിയൊരു നേട്ടമാണ് എന്നാണ്. അപ്പൊ ഈ രോഗ സന്ദർശനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒരു കാര്യം, നമ്മൾ ആളുകളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അഥീമുൽ ജാഇയ വഊദിൽ മരീല വഫുക്കുൽ ആരി. റസൂൽ പറയുന്നത്, വിശക്കുന്നവന് നിങ്ങൾ അന്നം മൂട്ടുക, രോഗിയെ സന്ദർശിക്കുക, ബന്ധിതരെയൊക്കെ മോചിപ്പിക്കുക, പ്രയാസങ്ങളിൽ നിന്നൊക്കെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ മോചിപ്പിക്കുക. അവിടെ പ്രത്യേകം പറഞ്ഞത് രോഗിയെ സന്ദർശിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സഹാബി പറയുന്നത്, എനിക്ക് കണ്ണിന് ചെങ്കണ്ണ് പോലെയുള്ള ഒരു സോക്കേട് ബാധിച്ചിട്ട് ആ ചെറിയ രോഗം വന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ എന്നെ സന്ദർശിച്ചിരുന്നു എന്നാണ്. റസൂൽ പല രോഗികളെയും സന്ദർശിക്കുമായിരുന്നു. റസൂൽ സന്ദർശിച്ച് അവരെ ശരീരത്തിൽ ഇങ്ങനെ തടവും കൈകൊണ്ട്, ലാ ബഅസ തുഹൂറുൻ, ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നത് കാണാം. സാരല്ല, നമ്മൾ പറയുന്നത് സാരല്ല, സുഖമാകും എന്ന് പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ മാറിലും വയറിലൊക്കെ തടവി, തലയിലൊക്കെ തടവി റസൂല് ആശ്വസിപ്പിക്കും. ഇത് റസൂൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളും ആദരവും ആളുകൾക്ക് ലഭിക്കും, ഒരു അംഗീകാരവും ലഭിക്കും. പക്ഷെ ആര് ചെയ്താലും ഒരു രോഗിയുടെ അടുക്കൽ ഇത്തരം ഒരു കാര്യം ചെയ്താൽ അത് അയാൾക്ക് വലിയ സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. രോഗിയുടെ വിഷമം അകറ്റാൻ കഴിയും നമ്മൾക്ക്. അപ്പോൾ ആ ബഅസ തുഹൂറെന്ന് റസൂൽ പറഞ്ഞു, ഇത് രോഗിയെ സന്ദർശിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. നമുക്ക് റസൂൽ, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു പറയുന്ന ഭാഷയിൽ, ഖുദ്സിയ ഹദീസ് എന്നാണ് അതിന് പറയുന്നത്, ഭാഷയിൽ പറയുന്ന ഒരു വാക്യം നോക്കി നിങ്ങൾ. അള്ളാഹു പറയുന്നത് ഈ യൗമുൽ ഖിയാമ, അന്ത്യനാൾ പറയും, യബ്ന ആദം മരിൽതു ഫലം തഅുദ്നി. പരലോകത്ത് അള്ളാഹു മനുഷ്യനോട് പറയും, മനുഷ്യപുത്ര, അള്ളാഹു പറയും, ഞാൻ രോഗിയായി. അങ്ങനെയാണ് അത് പറയുന്നത്, ഞാൻ രോഗിയായി, നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹു പരലോകത്ത് ചോദിക്കും. ഞാൻ രോഗിയായി എന്നാണ് അള്ളാഹു പറയുന്നത്. ഞാൻ രോഗിയായി, നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, യാ റബ്ബി കൈഫ അഊദുക, ഞാൻ എങ്ങനെ പഠിച്ചോ നിന്നെ സന്ദർശിക്കുക? നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിന്നെ എങ്ങനെ ഞാൻ റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കുന്നത്? അപ്പൊ അള്ളാഹു ചോദിക്കുന്നു, അമ അലിംത, നിനക്കറിയില്ലേ എന്റെ ഒരു അടിമ ഇന്ന സ്ഥലത്ത് രോഗിയായി കിടന്ന വിവരം നിനക്കറിയില്ലായിരുന്നോ? ആ രോഗിയെ നിനക്ക് അറിയില്ലായിരുന്നോ? എന്നിട്ട് ആ രോഗിയെ നീ സന്ദർശിച്ചില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത്, അമ അലിംത അന്നകലൗത, അറിയില്ലേ, നിനക്കറിയാമായിരുന്നു, മനസ്സിലായില്ലേ, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ ലവജത്തനി എഴുതവും, എന്നെ നിനക്ക് അവന്റെ അടുക്കൽ കാണാമായിരുന്നു. ഇത് വളരെ പ്രത്യേകതയുള്ളൊരു ഭാഷാ ശൈലിയാണ്. രോഗിയായ ഒരാളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ, അയാൾക്ക് വേണ്ട സേവനങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾക്ക് അവിടെ കാണാമെന്നാണ്. അള്ളാഹു നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു എന്നാണ്. നമുക്ക് അള്ളാഹുവിനെ കാണുന്ന അവസ്ഥയില്ല, ദുനിയാവുന്നത് കാണാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിന്റെ സാന്നിധ്യം ആ സ്ഥലത്തുണ്ടാവും. ഒരു രോഗിയെ സന്ദർശിച്ച് പരിചരിച്ച് അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ആ മാനസികാവസ്ഥയാണ് അള്ളാഹു പറയുന്നത്, നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു, ആ രോഗിയെ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന്. അപ്പൊ ഇത് നമ്മൾ ഒരു പ്രാധാന്യപൂർവ്വം കാണേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ സാധാരണ ചെയ്യുന്നതിന് ഇങ്ങനെയൊക്കെ പ്രതിഫലമുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു മസാല പ്രശ്നം, ഈ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ താമസിക്കുന്ന രാജ്യമാണ് നമ്മളുടെ. നാനാവിധ ജാതിക്കാരും എല്ലാ വിധം ആളുകളും ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഇതിൽ ആരായിരുന്നാലും ആർക്കും ആരെയും സന്ദർശിക്കാം. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ചെയ്തിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത റസൂലുള്ളാഹിന്റെ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്തവരായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു. അവരൊക്കെ രോഗമാവുമ്പോൾ റസൂൽ സന്ദർശിച്ചു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സേവകനായ ജൂതനായിരുന്നു. ജൂതൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ശത്രുക്കളിൽപ്പെട്ട ഒരാളാണ്. അന്നും ഇന്നൊക്കെ അങ്ങനത്തെ, എന്നും അവരങ്ങനെയാണ്. പക്ഷെ ആ ബാലന് അസുഖം ബാധിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചു, രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷെ റസൂൽ തന്റെ ദൗത്യം നിർവഹിക്കണ റസൂലാണല്ലോ. റസൂൽ പറഞ്ഞു, അസ്ലിം, മുസ്ലിം ആയിക്കോ, അത് റസൂലിന്റെ ബാധ്യതയാണ്. റസൂൽ അതിനു വേണ്ടി പറഞ്ഞാച്ചാണ് അള്ളാഹു, മുസ്ലിം ആയിക്കോ എന്ന് പറഞ്ഞു.
അപ്പൊ ആ ബാലൻ അദ്ദേഹത്തിന്റെ പിതാവ് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ തല ഉയർത്തി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതി അബുൽ ഖാസിം. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ റസൂലുള്ള, റസൂൽ പറയുന്ന അനുസരിച്ചേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായ, ആ യുവാവ് മുസ്ലിമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇറങ്ങി പോരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹുല്ലാഹു മിനന്നാർ, അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് മരിച്ചപ്പോൾ റസൂൽ പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂൽ തന്റെ ദൗത്യം നിർവഹിച്ചു, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ സന്ദർശിക്കുകയും ചെയ്തു. അതിലൊരു കുറ്റവുമില്ല, കൂലി കിട്ടുന്ന കാര്യമാണ്. മനുഷ്യൻ എന്ന നിലക്കുള്ള പരിഗണന, മാനുഷികമായ പരിഗണനകൾ ഇതിലൊക്കെ നൽകും. വളരെ പ്രസിദ്ധമായ സംഭവമാണ് റസൂലുള്ളാഹിന്റെ മൂത്താപ്പ അബൂ താലിബിനെ സന്ദർശിച്ച്. മുസ്ലിം അല്ലാത്തതിനെയാണ് അദ്ദേഹം മരിച്ചതും. അദ്ദേഹത്തെയും റസൂൽ സന്ദർശിച്ചു. റസൂൽ പറഞ്ഞു, യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. റസൂൽ തന്റെ ബാധ്യത നിർവഹിക്കണമല്ലോ എല്ലായിടത്തും. റസൂൽ അത് പറയാതിരുന്നാൽ ആ ദൗത്യം നിർവഹിച്ചില്ല എന്ന് വരും. ദൗത്യം നിർവഹിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അല മില്ലത്തി അബ്ദുൽ മുത്തലിബിന്റെ വഴിക്ക് തന്നെയാണ് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുകയാണ് ചെയ്തത്. അത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സന്ദർശിക്കാം, മുസ്ലിങ്ങളെ സന്ദർശിക്കാം, ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈ പുരുഷന്മാരും സ്ത്രീകളും. അന്യരാണ്, ബന്ധുക്കളാണ്, ഒക്കെ ഉണ്ടാവും. ബന്ധുക്കളാണെങ്കിൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ അന്യ സ്ത്രീകളും പുരുഷന്മാരുമാണെങ്കിലോ അതും സന്ദർശിക്കാം. റസൂലുള്ളാഹിന്റെ സഹാബികളുടെയൊക്കെ ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങൾ നമ്മൾ കാണാൻ കഴിയും. അതിന് അനുവാദമുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ആ രൂപത്തിലൊക്കെ അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന നിലക്കുള്ള അകലങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവരെ സന്ദർശിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. നമുക്ക് റസൂൽ സാഹിബിയുടെ കാലത്ത് ഈ പള്ളിയിൽ ഒരു അൻസാരിയായ ഒരു മനുഷ്യൻ, ആ നാട്ടുകാരനായ ഒരു മനുഷ്യൻ രോഗിയായി വിശ്രമിച്ചിരുന്നു. അവിടെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ അങ്ങനെയൊക്കെ പലതും നടന്നിരുന്നു. രോഗികളെ അവിടെ താമസിപ്പിച്ചിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റ ആളുകളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ കിടക്കാൻ താമസിക്കാൻ അനുവാദം കൊടുത്തിരുന്നത് പള്ളിയുടെ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു. ഇന്നത്തെ മാതിരിയുള്ള ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ താമസിക്കാവുന്ന ഏരിയകളൊന്നുമില്ല. അവർക്ക് പള്ളിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു റസൂൽ. അങ്ങനത്തെ ചില രോഗികളെ പരിചരിക്കാൻ വേണ്ടി തന്നെ ചില വനിതകളെ റസൂൽ നിശ്ചയിച്ചിരുന്നു, വൈദ്യശാസ്ത്രം അറിയുന്നേ. അവർക്ക് ആ സേവനം ചെയ്തിരുന്നു. അപ്പൊ ഉമ്മു ദർദാ പറയുന്നത്, പള്ളിയിലുള്ള ആ അൻസാരിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ രോഗിയായ അദ്ദേഹത്തിന് ഞാൻ ചെയ്തു പള്ളിയിലായിരുന്നു ചെന്നു കൊടുക്കുമായിരുന്നു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീൽ ബുഖാരിയിൽ പറയുന്ന ഒരു ബാബു ഇയാദത്തിൻ നിസാഇ റിജാൽന, സ്ത്രീകൾക്ക് രോഗിയായ പുരുഷന്മാരെ സന്ദർശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെ സന്ദർശിക്കാം. വേറൊരു സംഭവം നോക്കൂ നിങ്ങൾ. മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ പോയി നബിയും സഹാബിമാരും ഒന്നാകെ ഹിജറ പോയി. ഹിജറ ചെന്ന് അവിടെ എത്തിയപ്പോൾ കാലാവസ്ഥ മാറി, നാട്ടിന്റെ സാഹചര്യം മാറി, ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി. പല ആളുകൾക്കും പനി പിടിച്ചു. നാട് വിട്ടപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്, പനി പിടിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന് പനി പിടിച്ചു, ബിലാൽ റളിയല്ലാഹുവിന് പനി പിടിച്ചു. എല്ലാവരും ഒരു റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. അവരൊക്കെ ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ ആയിഷ തന്നെ പറയാ, അവർക്ക് രോഗമായപ്പോൾ ഞാൻ അവരെ സന്ദർശിക്കാൻ ചെന്നു. അബൂബക്കർ റളിയല്ലാഹു ആയിഷ അള്ളാന്റെ പിതാവാണ്, സ്വാഭാവികം. പക്ഷെ ബിലാൽ റളിയല്ലാഹു ആ റൂമിൽ ആ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെയും സന്ദർശിച്ചു. ആ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആയിഷ അള്ളാന്റെ ബിലാലിനെ സംബന്ധിച്ച് രണ്ടുപേരും അന്യരാണ്, സാങ്കേതികമായിട്ട് അന്യരാണ്. പക്ഷെ ആ സന്ദർശിക്കാനുള്ള അവകാശവും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ മതം അനുവദിക്കുന്നു. ആയിഷ അള്ളാനെ പറയുന്നത്, ഈ അബൂബക്കർ റളിയല്ലാഹു ആ രോഗിയായി അവിടെ കടന്നപ്പോൾ അദ്ദേഹം പാടിയ രണ്ട് വരികൾ അദ്ദേഹം ഇങ്ങനെ ആയിഷ കുല്ലുംരിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി എന്നിങ്ങനെ വെറുതെ പാടുന്നുണ്ട് അദ്ദേഹം. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ മനുഷ്യരും നേരം പുലരുമ്പോൾ വീട്ടിൽ ശാന്തരായിട്ട് ഉണരുന്നു. കുല്ലുംരിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി, വീട്ടിൽ ഉണരുന്നു. വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, അയാളുടെ മരണം അയാളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അയാളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും നേരം പുലരുമ്പോൾ ശാന്തമായിട്ട് വീട്ടിൽ പുലരുന്നു. പക്ഷെ അയാളുടെ മരണം
അയാളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ തൊട്ടടുത്ത് അയാളോട് നിൽക്കുന്നുണ്ട്. അത് അവരാരും അറിയുന്നില്ല എന്ന്. അങ്ങനെ അബൂബക്കർ ഇങ്ങനെ ഇങ്ങനെ പാടി നാട് വിട്ടതിന്റെ പ്രയാസങ്ങളൊക്കെ അതിലുണ്ട്. ബിലാൽ റളിയല്ലാഹു പറഞ്ഞിരുന്നത്, നമ്മൾ ഈ നാട്ടിലെത്തിയല്ലോ, ഇനി എന്നാണ് മക്കയിലെ ഇദ്ഹർ പുല്ലും ആ പരിസരവും ഒക്കെ ഒന്ന് കാണാൻ കഴിയുക എന്നിങ്ങനെ ഉറക്കത്തിൽ പറയുന്നത് പോലെ അവരൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു. കാരണം നാട് വിട്ടതല്ലേ, സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാം ഒഴിവാക്കി അവർ വന്ന. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ആ രോഗിയായ ആളുകളെ സന്ദർശിച്ചു. നിങ്ങൾ നോക്കൂ, ഉമ്മു അല എന്ന് പറഞ്ഞ സഹാബ വനിത, വളരെ പ്രസിദ്ധിയാണ്, ഒരുപാട് സംഭവങ്ങൾക്ക് വരുന്ന ഒരു വനിതയാണ്. ആ വനിത പറയുന്നത്, ഞാൻ രോഗിയായ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കാൻ വന്നിരുന്നു. ഒരു വനിതാ സഹാബിയെ അള്ളാഹുവിന്റെ റസൂൽ പോയി സന്ദർശിച്ചു. അതിനൊരു വിരോധമില്ല, സന്ദർശിച്ചു. എന്ന് റസൂലുള്ള അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം തരോ, അബ്ശിരി യാ ഉമ്മ അല. ഒരു രോഗിയായപ്പം ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ പറയുന്നത്, ഉമ്മ അല, നീ സന്തോഷിച്ചോളൂ, നീ സന്തോഷം. ഫൈന മറലൽ മുസ്ലിം യുദീബുല്ലാഹു ബിഹി ഖതായാഹു ഫൈൻ മരിളൽ മുസ്ലിം. ഒരു മുസ്ലിം രോഗിയായാൽ അതുവഴി അള്ളാഹു അയാളുടെ ആ രോഗിയുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലാതാക്കി കളയുന്നു. ഒരു തലവേദന പിടിച്ചാലും ജലദോഷം പിടിച്ചാലും റസൂല് പറഞ്ഞു, ഹത്ത ഷൗക്കത്ത് യുഷാക്ക്, ഒരു കാലിനൊരു മുള്ളു കുത്തിയാൽ പോലും അതുവഴി അയാളുടെ പാപങ്ങൾ ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. മുഅലായിനോട് റസൂല് പറഞ്ഞത്, നീ സന്തോഷിച്ചോളൂ, നിന്റെ പാപങ്ങൾ ഈ രോഗങ്ങൾ വഴി ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കമാ തുദിഹിബുന്നാറൽ ഖബസ് അദ്ദഹബി വൽ ഫിദ്ദ. സ്വർണവും വെള്ളിയും ഒക്കെ ഉലയിലിട്ട് ഊതിയാൽ, തീയിലിട്ട് ഊതിയാൽ അതിൻ്റെ അഴുക്കുകളെ കൊഴിഞ്ഞു പോകുന്ന പോലെ, കടഞ്ഞെടുക്കുന്നത് പോലെ, സ്ഫുടം ചെയ്യുന്നത് പോലെ സ്ഫുടം ചെയ്തെടുക്കും നിങ്ങളുടെ രോഗങ്ങൾ. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സന്ദർശിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ രോഗികളായ ആളുകൾ പലരും സാധാരണ നമസ്കരിക്കുന്നവരാണെങ്കിൽ പോലും നമസ്കാരം ഒഴിവാക്കും. അതിന് കാരണമായിട്ട് വിലയിരുത്താറുള്ളത്, എനിക്ക് ശുദ്ധിയില്ല, വൃത്തിയില്ല, എനിക്ക് ഒതുകൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട് പല ആളുകൾ. നമ്മുടെയൊക്കെ സ്വന്തം വീട്ടിലുള്ള അനുഭവങ്ങളാണ് അതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ മുതിർന്ന ആളുകളൊക്കെ രോഗിയായാൽ നിസ്കരിക്കുന്ന ആളുകൾ പോലും നിസ്കാരം ഒഴിവാക്കുകയാണ്. ഈ അവസ്ഥ തിരുത്തി മനസ്സിലാക്കണം. അവർക്ക് പല ആനുകൂല്യങ്ങളുണ്ട്. അവർക്കുള്ള വൃത്തി മതി, കഴിയാവുന്നിടത്തോളം കൂടെ നിൽക്കുന്നവർ വൃത്തിയാക്കി കൊടുക്കുക. ആ ഉള്ള വൃത്തിയിൽ അവർ നമസ്കരിക്കണം. ഒന്നുമെടുക്കാൻ കഴിയില്ലെങ്കിൽ തയമ്മം ചെയ്യാം, കഴിയുന്ന രൂപത്തിൽ തയമ്മം ചെയ്യാം. നിന്ന് നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം. ചില നല്ല രോഗികളായി പ്രായം ചെന്ന ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമസ്കരിക്കാൻ കിടന്ന് നമസ്കരിക്കും. നമസ്കാരം തുടങ്ങിയാൽ ചിലപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ മുഴുവനാവില്ല, അപ്പോഴേക്കും മറന്നു പോവുകയോ ഒക്കെ ചെയ്യും. കൂടെ നിൽക്കുന്നവർ കൂടി കൊടുത്താൽ ബാക്കി അവർക്ക് പൂർത്തിയാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഒന്നുകൊടുക്കാൻ ചുടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാം ചെയ്തു കൊടുത്ത് അവരെ നല്ല പ്രാർത്ഥനയും ആരാധനയും ഭയഭക്തിയും ഉള്ളവരൊക്കെ ആക്കി മരിക്കാൻ അവസരം കൊടുക്കണം. നോക്കി, നമസ്കരിച്ചിരുന്ന ആളുകൾ നമസ്കരിക്കാതെ മരിച്ചു പോവുക എന്നത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതാണ് അതിൽ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഏത് രോഗിയും ചെന്നാൽ അല്ലാഹു ഷ്ഫിയാൻ തശാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാക ഷിഫാ ലാ യുഗാദിറു സഖമാ എന്ന് ഓതുകയും വേണമെങ്കിൽ ഊതി തടവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആശ്വാസം പകർന്നു കൊടുക്കേണ്ട ആളുകളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പരിഷ്കരണം ആവശ്യമുള്ളതാണ്. ആ പരിഷ്കരണങ്ങളൊക്കെ ഇതിൽ വരുത്തുക. രോഗികളായ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്കൊക്കെ ശിഫ നൽകുകയും സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഈ കാര്യങ്ങളൊക്കെ ചികിത്സിക്കാനും സൂക്ഷിക്കാനും ഒക്കെ പടച്ചോൻ നമ്മൾക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നമ്മുടെ എല്ലാ മീഡിയകളും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത്
പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ ഒരു ശിരോവസ്ത്രം തലമറക്കൽ പ്രശ്നം. കക്ഷി ചേർന്ന ആളുകൾ അങ്ങേ ഭാഗത്തേക്കും ഇങ്ങേ ഭാഗത്തേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. നമ്മളല്ലാതെ അറിയേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, ചില ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് കേൾക്കുന്നത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമമില്ല, വെറുതെ ഷാഠ്യം പിടിച്ച് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിയമമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ, അല്ലാതെ നേർക്കുനേരെ പറയുന്ന രീതിയിൽ ചില ചർച്ചകൾ. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം കാര്യങ്ങൾ 5 എന്നൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ എണ്ണി പറയാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെ തലമറക്കണമെന്നും മാറുമറക്കണമെന്നും ഇസ്ലാമിൽ നിയമമല്ല, അതൊക്കെ ഇവർ ഈ പുരോഹിതന്മാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇതൊരു അബദ്ധമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. വിശുദ്ധ ഖുർആൻ ഫൽ യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന നേർക്ക് നേരെ പറയുന്നതാണ്. സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം, ഹിമാർ എന്ന് പറഞ്ഞാൽ തലയിൽ അണിയുന്ന വസ്ത്രം, പുരുഷന്മാർ തലപ്പാവ് പോലെ ധരിച്ചിരുന്ന അന്നത്തെ വേഷത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ ധരിച്ചിരുന്നതിനാണ് ഹിമാർ എന്ന് പറയുന്നത്. അത് അവർ തലയിൽ നിന്ന് മറയുന്ന രീതിയിലേക്ക്, ഇങ്ങോട്ട് മുൻഭാഗം മറയുന്ന രീതിയിൽ താഴ്ത്തിയിടണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഒരു സംശയമില്ല. ഡസൻ കണക്കിന് ഹദീസുകൾ അത് വന്നിട്ടുണ്ട്. പറയും തലമറക്കണമെന്നും മറക്കണം, 2 ഭാഗം പ്രത്യേകം പറഞ്ഞാണ്. മറക്കണം എന്ന് തന്നെയാണ്. ഒരു വസ്ത്രം ധരിച്ചാൽ പോരാ, നമ്മുടെ നാട്ടിൽ കുപ്പായിട്ടാൽ പോരാ, അതിൻ്റെ പുറമെ തലയിലിടുന്നത് ലൂസായ രൂപത്തിൽ മാറിലേക്ക് താഴ്ത്തിയിടണം എന്ന് തന്നെയാണ് അതിൻ്റെ നിയമം. അതങ്ങനെ ഖുർആനിലുണ്ട്, ഹദീസുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. രണ്ടാമതൊരു വിഷയം, ഈ നിയമം ഇങ്ങനെ പല സ്ഥലത്തും എപ്പോഴും ചർച്ച വരുന്നതാണ്. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പായിട്ട്, ഏതാണ്ട് 2 വർഷം മുമ്പ് കർണാടകയിൽ വലിയൊരു ചർച്ച വന്ന്, ഒരു കോളേജിലെ വിദ്യാർത്ഥിനിയായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വന്ന് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തൊരു വിഷയമാണ്. കേരളത്തിന് തന്നെ പല ചർച്ചകളുണ്ടാകും. ഇത് ഇടക്കിടക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഏത് വിഷയം കിട്ടിയാലും അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവൽക്കരണത്തിനും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും എല്ലാവരും ദുരുപയോഗം ചെയ്യും. പക്ഷെ നമ്മളുടെ ഒരു റോൾ അതിലെന്താണ്? നമ്മളെ സംബന്ധിച്ചുള്ള റോള്, അതിൻ്റെ കക്ഷിത്വമല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ റോള് ഇസ്ലാമിൻ്റെ നിയമം കർശനമായി നമ്മൾ പാലിച്ചു പോവുക എന്നതിനാണ്. അതിൽ വിട്ടുവീഴ്ച ഒന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു വാക്കുകൂടി സാന്ദർഭികമായിട്ട് കൊടുക്കുക, വലൻ തർള അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിയ മില്ലത്തുഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. ജൂത വിഭാഗവും, ഖുർആന്റെ വാക്കാണ്, ജൂത വിഭാഗവും ക്രൈസ്തവ വിഭാഗവും അവരുടെ വഴി നിങ്ങളാണ്ട് പിന്തുടരുന്നത് വരെ നിങ്ങളുടെ കാര്യത്തിൽ തൃപ്തരാവില്ല. വലൻ തെർലാൻക്ക് നബിയോടെ പറയും, നബിയോട് നേരിട്ട്, നിന്റെ കാര്യത്തിൽ ജൂത വിഭാഗവും ക്രൈസ്തവ വിഭാഗവും അവരുടെ വഴിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കൂടിക്കൊടുക്കുന്നവരെ തൃപ്തരാവില്ല. കുൽ, നീ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗം. തുറന്നു പറയുന്നത്, അതിനപ്പുറം നീ മാർഗം സ്വീകരിച്ചാൽ ഒരു വലിയനെയും നസീറിനെയും ഒരു രക്ഷാധികാരിയോ സഹായിയോ നിനക്ക് ഒന്നും കിട്ടുകയുമില്ല. ഇതിനർത്ഥം എന്താണ്? നമ്മൾ നമ്മളുടെ ദീനിന്റെ കാര്യത്തിൽ നിഷ്ഠ പുലർത്തണം. നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മുടെ മക്കളെയും പെൺമക്കളെയും ഒക്കെ ആ വേഷത്തിന്റെ, അതാണ് വിഷയമെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ നിഷ്ഠ പുലർത്തണം. അതിൽ നമുക്കൊരു തടസ്സവുമില്ല. ആ തടസ്സം പരിഗണിക്കാതെ മതത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നിഷ്ഠ പുലർത്തിയേ പോകും. അതിന് പറ്റുന്ന സാഹചര്യങ്ങളിൽ അവരെ വളർത്തുക. അത് ഒഴിവാക്കുന്ന വിഷയം നമ്മൾക്കില്ലത്. ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മതം അങ്ങനെയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ദീൻ നമ്മളുടെ പരലോകമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൽ മറ്റു രാഷ്ട്രീയ സാമൂഹിക ചർച്ചകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ വേറെ ഏരിയയാണ്. ഞാൻ പറയുന്നത് മതമാണിത്. ആ മതം നമ്മൾ അനുഷ്ഠിക്കണം. അതിൽ നമുക്ക് വിട്ടുവീഴ്ച ആവശ്യമില്ല. അതിനാർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒക്കെ ദീൻ അനുസരിച്ച് തന്നെയാണ് നമ്മൾ വളർത്തേണ്ടത്. ശിരോവസ്ത്രം ധരിക്കുക എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഓർക്കുക, വ്യാപകമായിട്ട് കേരളത്തിലല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ ശിരോവസ്ത്രം ധരിക്കുക എന്നതിന് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു പേര് ഹിജാബ് എന്നാണ്. പരമ അബദ്ധവും തെറ്റുമാണ് ആ പ്രയോഗം. എല്ലാവരും ഹിജാബ് എന്ന് ഉപയോഗിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ
അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവൂ. അത് വേറൊരു പ്രശ്നമാണ്. ഹിജാബ് എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് വീട്ടിന്റെ മുമ്പിൽ തൂക്കുന്ന വിരി, മറാണ്. വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ. പുരുഷന്മാരായ നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ സ്ത്രീകളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ മറഞ്ഞു നിന്നുകൊണ്ട് വേണം ചോദിക്കാൻ. നേർക്കുനേരെ അവരെ ഫേസ് ചെയ്യരുത്, അഭിമുഖീകരിക്കരുത് എന്ന് പറയാനാണ് ഹിജാബ് ഉപയോഗിച്ചത്. അത് തെറ്റായ രീതിയിൽ വ്യാപകമായിട്ട് ഹിജാബ് ഹിജാബ് എന്ന് ഉപയോഗിക്കുന്നു. ഈ ഭാഷാപരമായിട്ട് അത് ശരിയല്ല. വിശുദ്ധ ഖുർആൻ ഇതിന് ഉപയോഗിച്ച വാക്ക് ഫൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവരുടെ ഹിമാറുകൾ, ഹിമാർ എന്ന് പറയുന്നത് ശിരോവസ്ത്രമാണ്, അത് മാറിലേക്ക് താഴ്ത്തിയിടണമെന്നാണ്. അല്ല ഹിജാബ് എന്ന് അതിന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല, ഹദീസിൽ ഉപയോഗിച്ചില്ല. പക്ഷെ നാട്ടിലെ ഭാഷ അതാണ്. അതങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ നമ്മളത് ശരിയായിട്ട് മനസ്സിലാക്കുക, ഇതാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ദീൻ ജാഗ്രതയോടുകൂടി കൊണ്ട് നടക്കുക, അതിന് നമ്മൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുക എന്നതല്ലാതെ അതിനെ ദുരുപയോഗം ചെയ്യുന്നവരൊക്കെ അത് അവരുടെ പാട്ടിന് വിടുക. ദീൻ നമ്മൾക്ക് പരലോകത്തേക്കുള്ളതാണ്, ദുനിയാവിലെ ഏറ്റവും നല്ല കാര്യമാണ്. ഇത് വിമർശിക്കുന്ന ആളുകളൊക്കെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് മുഖമക്കനെയും പർദ്ദയും ഒക്കെ അണിഞ്ഞു നടക്കുന്നവരാണ്. ആ സിസ്റ്റർമാർ മുഴുവനും ലോകാടിസ്ഥാനത്തിൽ അവരുടെ വേഷമൊക്കെ അങ്ങനെയാണ്. ഒരു പരിഭവം ആർക്കുമില്ല. മുസ്ലിങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതെല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. നമ്മളതിൻ്റെ പേരിൽ ഷണ്ടയൊന്നും ഉണ്ടാക്കാതിരുന്നാൽ തന്നെ ലോകം അത് തിരിച്ചറിയും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർവ്വം ഇടപെട്ടുകൊണ്ട് പോവുക. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും സന്മാർഗം കാണിച്ചു തരികയും അവൻ്റെ ദീൻ അനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളുമൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് ലോകം അങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ 1-ാം തീയതി മുതലേ ഉള്ള അനുഭവമാണ്. ആ പ്രശ്നങ്ങളിലൊക്കെ വിവേകപൂർവം, ശരിയായ വിവേകത്തോടു കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. പടച്ചവൻ നമ്മളെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു